ഒരു എക്സൽ ഷീറ്റിലുള്ള സംഖ്യകൾക്ക് മുന്നിൽ, അതായത് നമ്പേഴ്സിന് മുന്നിൽ ഒന്നോ ഒന്നിലധികമോ സീറോസ് ആഡ് ചെയ്യാനുള്ള, അതായത് പൂജ്യങ്ങൾ ആഡ് ചെയ്യാനുള്ള 5 മെത്തേഡ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സംഖ്യകൾക്ക് മുന്നിൽ സീറോ ആഡ് ചെയ്യുന്നത് ഇത്ര വലിയ കാര്യമാണോ എന്ന് ചിലർക്കെങ്കിലും തോന്നാം. അങ്ങനെ തോന്നുന്നവർ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ആ എക്സൽ ഷീറ്റിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ ഒരു നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം ആ നമ്പറിന് മുന്നിൽ 1-2 സീറോസ് ടൈപ്പ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷവും ആ സീറോസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഫൈൻ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം. കാരണം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4ാമത്തെയും 5ാമത്തെയും മെത്തേഡ്സ് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള യൂസ് വരുന്ന മെത്തേഡ്സാണ്. ഈ സെല്ലിലുള്ള സംഖ്യ നോക്കുക, 6542. ഇനി ഈ സംഖ്യയ്ക്ക് മുന്നിൽ 2 സീറോ ആഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നോക്കുക. ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഫോർമുല ബാറിൽ 2 സീറോ ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ സംഖ്യയ്ക്ക് മുന്നിൽ നമ്മൾ എൻ്റർ ചെയ്ത സീറോസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. വീണ്ടും 150 എന്ന സംഖ്യയ്ക്ക് മുന്നിൽ ഒരു സീറോ ആഡ് ചെയ്യുന്നു, സീറോ, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത സീറോ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. അതായത് ഒരു എക്സൽ ഷീറ്റിലുള്ള സംഖ്യയ്ക്ക് മുന്നിൽ നമ്മൾ സീറോ അല്ലെങ്കിൽ സീറോസ് ആഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സീറോസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. എന്നാൽ ചില ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് സംഖ്യകൾക്ക് മുന്നിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും സീറോസ് ആഡ് ചെയ്യാൻ സാധിക്കും. ആ ടെക്നിക്കുകളിൽ ആദ്യത്തേത്, ഈ സംഖ്യയ്ക്ക് മുന്നിൽ 2 സീറോ ആഡ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഫോർമുല ബാറിൽ വരിക, ഈ സംഖ്യയ്ക്ക് മുന്നിൽ ഒരു അപ്പോസ്ട്രോഫി ആഡ് ചെയ്യുക, ശേഷം നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും സീറോസ് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കുക, 6542 എന്ന സംഖ്യയ്ക്ക് മുന്നിൽ 2 സീറോ ആഡ് ചെയ്യപ്പെട്ടത് കാണാം. വീണ്ടും 150 എന്ന സംഖ്യയ്ക്ക് മുന്നിൽ സീറോ ആഡ് ചെയ്യാനായിട്ട് അപ്പോസ്ട്രോഫി, സീറോ, എൻ്റർ. രണ്ടാമത്തെ മെത്തേഡ്, ഈ കാണുന്ന സംഖ്യകൾക്ക് മുന്നിൽ സീറോ ആഡ് ചെയ്യാനായിട്ട് സംഖ്യകൾ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഈ സെല്ലുകൾക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യുക, ടെക്സ്റ്റ്. ഇനി ഈ സെല്ലിലെ സംഖ്യയ്ക്ക് മുന്നിൽ സീറോ ആഡ് ചെയ്യാനായിട്ട് ഫോർമുല ബാറിൽ എൻ്റർ. എന്നാൽ ഒരുപാട് സംഖ്യകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ കണ്ട ആദ്യത്തെ 2 മെത്തേഡ്സും അത്ര പ്രാക്ടിക്കലായെന്ന് വരില്ല. സോ ഫോർമുല ഉപയോഗിച്ചിട്ട് സംഖ്യകൾക്ക് മുന്നിൽ സീറോസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം. ഈ കാണുന്ന ഓരോ സംഖ്യയ്ക്ക് മുന്നിൽ 3 സീറോ അഥവാ 3 പൂജ്യം വീതം ആഡ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ, റിപ്പീറ്റ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. റിപ്പീറ്റ് ഫംഗ്ഷനുള്ളിലെ 1ാമത്തെ ആർഗ്യുമെൻ്റ് ടെക്സ്റ്റ്, റിപ്പീറ്റ് ചെയ്യേണ്ടുന്ന ക്യാരക്ടർ ഇവിടെ ടൈപ്പ് ചെയ്യുക. നമുക്ക് സീറോ ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്, സീറോ, കോമ, 2ാമത്തെ ആർഗ്യുമെൻ്റ് നമ്പർ ഓഫ് ടൈംസ്. ഈ സീറോ എത്ര തവണയാണോ റിപ്പീറ്റ് ചെയ്യേണ്ടത് ആ സംഖ്യ ഇവിടെ ടൈപ്പ് ചെയ്യുക. നമുക്ക് 3 തവണയാണ് സീറോ റിപ്പീറ്റ് ചെയ്യേണ്ടത്, 3, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ആമ്പേഴ്സാൻഡ്, സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുക. നോക്കുക, ഇവിടെയുള്ള ഓരോ സംഖ്യയ്ക്ക് മുന്നിൽ 3 സീറോ വീതം ആഡ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി 5 സീറോ വീതമാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ 3ന് പകരം 5 എന്ന സംഖ്യ ഉപയോഗിക്കുക. നാലാമത്തെ മെത്തേഡ് വളരെ പ്രാക്ടിക്കൽ യൂസുള്ളൊരു മെത്തേഡാണ്. ഈ സെല്ലിലെ കണ്ടൻറ്റ് നോക്കുക, ഇവിടെ 123 എന്ന സംഖ്യയ്ക്ക് മുന്നിൽ 4 പൂജ്യങ്ങൾ കാണാം. അതായത് 7 ഡിജിറ്റ്സ് അഥവാ 7 ക്യാരക്ടേഴ്സാണ് ഈ സെല്ലിലുള്ളത്. തൊട്ടിപ്പുറത്തെ സെല്ലിൽ മറ്റൊരു സംഖ്യ ഞാൻ എൻ്റർ ചെയ്യുന്നു, 45, എൻ്റർ. നോക്കുക, 45 എന്ന സംഖ്യയ്ക്ക് മുന്നിൽ 5 പൂജ്യങ്ങൾ വന്നാൽ കാണാം. അതായത് ഔട്ട്പുട്ടിൽ എപ്പോഴും 7 ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക. തൊട്ടിപ്പുറത്തെ സെല്ലിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സംഖ്യയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡിജിറ്റ്സ് സീറോസ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യപ്പെടും. ഇതിനുവേണ്ടി നമ്മൾ ടെക്സ്റ്റ് ഫംഗ്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ കാണുന്ന സംഖ്യകളെ ഈ കാണുന്ന ഫോമാറ്റിലേക്ക് ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കൊണ്ടുവരാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ, ടെക്സ്റ്റ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സംഖ്യ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക, കോമ, 2ാമത്തെ ആർഗ്യുമെൻ്റ് ഫോമാറ്റ് ടെക്സ്റ്റ്, ഔട്ട്പുട്ടിൽ എത്ര അക്കങ്ങളാണോ വേണ്ടത് അഥവാ എത്ര ഡിജിറ്റ്സ് ആണോ വേണ്ടത് അത്രയും പൂജ്യങ്ങൾ ഡബിൾ കോട്ട്സിനുള്ളിൽ എൻ്റർ ചെയ്യുക. ഡബിൾ കോട്ട്സ്, 7 തവണ സീറോ എൻ്റർ ചെയ്യുന്നു, വീണ്ടും ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, സംഖ്യകളുടെ കൂടെ മാത്രമേ ഈ ഫോർമുല വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ നമ്മൾ ടെക്സ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതേ ടെക്സ്റ്റ് തന്നെയാകും ഔട്ട്പുട്ടിൽ കിട്ടുക. ഇനി എക്സലിലെ കസ്റ്റം ഫോമാറ്റിംഗ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഈ സംഖ്യകളെ ഈ ഫോമാറ്റിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നോക്കാം. ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, ഫോമാറ്റ് സെൽസ്,
ഫോമാറ്റ് സെൽസ് എന്ന ഡയലോഗ് ബോക്സിൽ കസ്റ്റം, ഇനി ഇൻപുട്ട് ബോക്സിൽ ഔട്ട്പുട്ടിൽ എത്ര ഡിജിറ്റ്സ് ആണോ വേണ്ടത് അത്രയും സീറോസ് എൻ്റർ ചെയ്യാം. നോക്കുക, ഔട്ട്പുട്ടിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാം. ഓക്കെ, ഈ 2 സെല്ലുകളിലും ഇതേ ഫോമാറ്റിംഗ് തന്നെയാണുള്ളത്. ഈ സെല്ലിൽ ഞാനൊരു നമ്പർ എൻ്റർ ചെയ്യുന്നു. ഇതേ ഫോമാറ്റിലേക്ക് ഞാൻ എൻ്റർ ചെയ്ത 34 എന്ന നമ്പർ വന്നാൽ കാണാം. നമ്പേഴ്സിനെ സീറോയ്ക്ക് പുറമെ നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു ക്യാരക്ടർ ഉപയോഗിച്ചിട്ടും ഇങ്ങനെ പാഡ് ചെയ്യാൻ സാധിക്കും. ആ ടെക്നിക്കിനെ കുറിച്ച് പിന്നീടൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു എക്സൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.